ഇന്നലെ ത്രെഡ് എന്താണെന്ന് പറഞ്ഞു നോക്കി, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കി, ത്രെഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കി, ത്രെഡ് എങ്ങനെ ജാവയ്ക്കകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാം, ദാറ്റ് ഈസ് എക്സ്റ്റെൻസ് ത്രെഡ് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ്സ് റണ്ണബിൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ത്രെഡിന്റെ ലൈഫ് സൈക്കിളിനെ പറ്റിയാണ്. ത്രെഡിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സൈക്കിൾ ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ന്യൂ ബോൺ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. ന്യൂ ബോൺ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ത്രെഡ് ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ പറഞ്ഞു. ഡിസ്പ്ലേ ഡി ഈസ് ഈക്വൽ ടു ന്യൂ ഡിസ്പ്ലേ എന്ന് ഞാൻ എഴുതി. അപ്പോൾ അത് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേറ്റിലേക്ക് മാറി? ഒരു ന്യൂ ബോൺ സ്റ്റേറ്റിലേക്ക് മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡി ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വിളിക്കുന്നു. അപ്പോൾ ന്യൂ ബോൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നും അത് ഏത് സ്റ്റേറ്റിലേക്ക് മാറി? റണ്ണബിൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് മാറി. റണ്ണബിൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് മാറി. അപ്പോൾ അത് എന്ത് ചെയ്യാൻ, റൺ ചെയ്യാൻ വേണ്ടി, അതായത് ആ ഒരു പർട്ടിക്കുലർ ഡിസ്പ്ലേ എന്ന് പറയുന്ന ത്രെഡിന്റെ റൺ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ അത് തയ്യാറായിരിക്കുകയാണ്. അത് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങുന്നത്? അത് പ്രോസസ്സറിലേക്ക് അസൈൻ ആകുമ്പോഴാണ്. ഇപ്പോൾ ഒരു ത്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെമ്മറിക്കകത്ത് വന്നു. ആ മെമ്മറിക്കകത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അത് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? അത് പ്രോസസ്സർ ആ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് റൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ റണ്ണബിൾ സ്റ്റേറ്റിൽ നിന്നും റണ്ണിങ് സ്റ്റേറ്റിലേക്ക് എപ്പോഴാണ് മാറുന്നത്? ഒരു ഷെഡ്യൂൾ ചെയ്യുമ്പോൾ, അതായത് മെമ്മറിയിൽ നിന്നും പ്രോസസ്സറിലേക്ക് അത് മാറ്റുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അത് റൺ ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂ ബോൺ എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റ് ആണ്. അതിൽ നിന്ന് സ്റ്റാർട്ട് വിളിക്കുമ്പോൾ അത് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറും. റണ്ണബിൾ സ്റ്റേറ്റിൽ നിന്നും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഷെഡ്യൂൾ ചെയ്യുമ്പോഴായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി രണ്ട് രീതിയിൽ അത് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണ്? ഫസ്റ്റ് വൺ, ഒന്നുകിൽ ഈൽഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കുക. ഈൽഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈൽഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ അത് ടെമ്പററി ആയിട്ട് ആ ഒരു ത്രെഡിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈൽഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുന്നത്. സ്റ്റാർട്ട് പോലെ തന്നെ ഒരു ഫംഗ്ഷൻ ആണ് ഈൽഡ്. ഈൽഡ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഈൽഡ് എന്ന് പറയുന്ന നമ്മുടെ ത്രെഡ് ഒരു ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈൽഡ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഇനി നമ്മൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു ത്രെഡിന് നമ്മൾ കുറച്ച് സമയം കൊടുക്കും. ഓരോ ത്രെഡും സൈമിൾട്ടേനിയസ് ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ത്രെഡിനും കുറച്ച് സമയം കൊടുക്കും. ആ കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു 2 മില്ലി സെക്കൻഡ് ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ആ 2 മില്ലി സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് എങ്ങനെയാണ് മാറുന്നത്? ഒന്നുകിൽ ഈൽഡ് വിളിക്കുക, ഈൽഡ് വിളിക്കുമ്പോൾ അത് ടെമ്പററി ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറും. അല്ല എന്നുണ്ടെങ്കിൽ അതിന് അലോക്കേറ്റ് ചെയ്ത ടൈം സ്ലൈസ് എൻഡ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറും. ഇനി നമുക്ക് കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഇനി നമ്മൾ ഒരു ത്രെഡ് ഒരു IO ഓപ്പറേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഒരു ഫയലിൽ നിന്നും ഒരു കണ്ടന്റ് റീഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രിന്ററിൽ നിന്നും പ്രിന്റ് ഔട്ട് എടുത്ത് കഴിയുക. അപ്പോൾ അതൊക്കെ IO ഓപ്പറേഷൻസ് ആണ്. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമിനകത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു IO ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അത് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും ഏത് സ്റ്റേറ്റിലേക്ക് മാറും? ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് മാറും. ഇനി എപ്പോഴാണോ ആ IO കംപ്ലീഷൻ ചെയ്ത് കഴിയുന്നത്, ഒരു ഫയലിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള ഡേറ്റ റീഡ് ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രിന്ററിൽ നിന്ന് പ്രിന്റ് ഔട്ട് എല്ലാം എടുത്ത് കഴിയുമ്പോഴോ അതെന്ത് ചെയ്യും? ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ നിന്നും അത് എന്തിലേക്ക് മാറും? റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ റണ്ണിങ് സ്റ്റേറ്റിൽ നിന്ന് ഒരു IO റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് മാറും. ആ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ നിന്നും റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് എപ്പോഴാണ് അത് മാറുന്നത്? IO കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ. ഇനി റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും നമ്മൾ ഇന്നലെ ഒരു സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ പഠിച്ചു. സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? അത് റണ്ണിങ് സ്റ്റേറ്റിൽ നിന്നും അത് ഏത് സ്റ്റേറ്റിലേക്ക് മാറും? സ്ലീപ്പിംഗ് സ്റ്റേറ്റിലേക്ക് മാറും. നമ്മൾ സ്ലീപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ കൂടെ ഒരു ടൈമും കൂടെ പറഞ്ഞു കൊടുക്കും. 500 മില്ലി സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ 500 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? ആ സ്ലീപ്പ് മാറി തിരിച്ച് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറും. ഇനി എപ്പോഴെങ്കിലും വെയിറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കുകയാണ്. അതായത് ഇപ്പോൾ ഞാനാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു പ്രിന്ററിന് വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് പ്രിന്റർ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇനി അടുത്തത് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ പ്രിന്റർ വേറെ ആരെയോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. അപ്പോൾ റണ്ണിങ് സ്റ്റേറ്റിൽ തന്നെ തുടരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ വെയിറ്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ട് അത് എങ്ങോട്ടേക്ക് മാറും?
വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് മാറും. ആ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് എപ്പോഴാണ് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറുന്നത്? ആ പ്രിന്റർ ഫ്രീ ആയി എന്ന് പറഞ്ഞ് ആരെങ്കിലും നോട്ടിഫൈ ചെയ്യണം. നോട്ടിഫൈ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? നോട്ടിഫൈ അല്ലെങ്കിൽ നോട്ടിഫൈ ഓൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ അത് എന്തിലേക്ക് മാറും? റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് എപ്പോഴാണ് മാറുന്നത്? ഒരു IO ഡിവൈസ് അല്ലെങ്കിൽ ഒരു IO ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഡിസൈഡ് ആയിട്ടുള്ള IO ഡിവൈസസ് ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏത് സ്റ്റേറ്റിലേക്ക് മാറും? വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് മാറും. ആ വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്നും ഞാൻ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് എപ്പോഴാണ് മാറുന്നത്? ഞാൻ നോട്ടിഫൈ അല്ലെങ്കിൽ നോട്ടിഫൈ ഓൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കുമ്പോഴാണ് മാറുന്നത്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും, അതായത് വെയിറ്റിംഗ്, സ്ലീപ്പിംഗ്, ബ്ലോക്ക്ഡ്, ഇത്രയും സ്റ്റേറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നോൺ റണ്ണബിൾ സ്റ്റേറ്റ്. അതായത് അപ്പോൾ വാലിഡ് ആയിട്ട് ഒരു എക്സിക്യൂഷൻ നടക്കുന്നില്ല. അങ്ങനത്തെ സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോൺ റണ്ണബിൾ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു ഇത്രയും റീജിയന് നമ്മുടെ ത്രെഡ് ഇത്രയും റീജിയനിലാണെങ്കിൽ, അതായത് വെയിറ്റിംഗ് റീജിയൻ, സ്ലീപ്പിംഗ് റീജിയൻ, ബ്ലോക്ക്ഡ് സ്റ്റേറ്റ്, റണ്ണിംഗ് സ്റ്റേറ്റ്, റണ്ണബിൾ സ്റ്റേറ്റ്, ഇത്രയും സ്റ്റേറ്റിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ത്രെഡ് ഈസ് എലൈവ് എന്ന് പറയാം. ഒന്നുകിൽ വെയിറ്റിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ റണ്ണിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ റണ്ണബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് ആയിരിക്കണം. ഇത്രയും സ്റ്റേറ്റിൽ ഇരിക്കുന്ന ത്രെഡിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് എ എലൈവ് സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴാണോ റൺ എന്ന് പറഞ്ഞ റണ്ണിനകത്ത് നമുക്ക് 100 പ്രാവശ്യം ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ 100 പ്രാവശ്യം ഹലോ വേൾഡ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് കംപ്ലീറ്റ് ആയി, ആ ത്രെഡ് കംപ്ലീറ്റ് ആയി. അത് അപ്പോൾ എന്ത് സ്റ്റേറ്റിലേക്ക് മാറും? ഡെഡ് സ്റ്റേറ്റിലേക്ക് മാറും. ഇനി ഇതല്ല നമുക്ക് എന്ത് ചെയ്യാണ്? ഏതെങ്കിലും ഒരു എക്സെപ്ഷൻ റൈസ് ചെയ്യാണ്, ഒരു ത്രെഡ് എക്സെപ്ഷൻ റൈസ് ചെയ്യാണെന്നുണ്ടെങ്കിലും അത് എന്തിലേക്ക് മാറും? റണ്ണിംഗ് സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നിന്നോ അത് ഏത് സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്? ഡെഡ് സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് എലൈവ് സ്റ്റേറ്റിൽ നിന്നും അത് ഡെഡ് സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയാണ് ത്രെഡ് ലൈഫ് സൈക്കിൾ. അപ്പൊ ആദ്യം ന്യൂ ബോൺ, അതിൽ നിന്ന് സ്റ്റാർട്ട് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറും. അതിൽ നിന്നും ഷെഡ്യൂൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ റണ്ണിംഗ് സ്റ്റേറ്റിലേക്ക് മാറും. റണ്ണിംഗ് സ്റ്റേറ്റിൽ നിന്നും ഞാൻ ഈൽഡ് അല്ലെങ്കിൽ എൻഡ് ഓഫ് സ്ലൈസ് എൻഡ് ഓഫ് ടൈം സ്ലൈസ് ആയി കഴിഞ്ഞാൽ ഞാൻ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറും. ദെൻ IO ഓപ്പറേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, IO റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് മാറും. ആ ബ്ലോക്ക്ഡ് സ്റ്റേറ്റിൽ നിന്നും IO കംപ്ലീഷൻ ആയി കഴിഞ്ഞാൽ ഞാൻ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് പോകും. ഇനി റണ്ണിംഗ് സ്റ്റേറ്റിൽ നിന്നും ഞാൻ സ്ലീപ്പ് വിളിച്ചു കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. ആ സ്ലീപ്പ് ഇന്റർവെൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറും. ദെൻ റണ്ണിംഗ് സ്റ്റേറ്റിൽ നിന്നും ഞാൻ വെയിറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വെയിറ്റിംഗ് സ്റ്റേറ്റിലേക്ക് മാറും. വെയിറ്റിംഗ് സ്റ്റേറ്റിൽ നിന്നും നോട്ടിഫൈ അല്ലെങ്കിൽ നോട്ടിഫൈ ഓൾ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. ഇനി വെയിറ്റിംഗ്, സ്ലീപ്പിംഗ്, ബ്ലോക്ക്ഡ്, റണ്ണിംഗ്, റണ്ണബിൾ, ഇത്രയും സ്റ്റേറ്റിലാണ് എന്നുണ്ടെങ്കിൽ ത്രെഡ് ഈസ് എലൈവ് എന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ നിന്നും ഒരു എക്സെപ്ഷനോ അല്ലെങ്കിൽ റൺ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് സ്റ്റേറ്റിലേക്ക് മാറും? ഡെഡ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പൊ ഇതാണ് ത്രെഡ് ലൈഫ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് കറസ്പോണ്ട് ചെയ്ത് നമുക്ക് കുറച്ച് പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, എഴുതാം. ക്ലാസ് ടെസ്റ്റ്, അതിനകത്ത് ഒരു void main public static void main string args. അപ്പോൾ ഇതിനകത്ത് ഞാൻ T1 എന്ന് പറഞ്ഞ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ത്രെഡ് ക്ലാസ് ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ത്രെഡ് T1 is equal to new thread. ത്രെഡിന് ഞാനൊരു പേര് പറയാം, സേ ത്രെഡ് 1 എന്ന് ഞാൻ പറയും. ഓക്കെ, ദെൻ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതൊന്ന് ഡിസ്പ്ലേ ചെയ്യാം. ത്രെഡ് ഡോട്ട് ഔട്ട് ഡോട്ട് println T1 ഡോട്ട് അല്ലെങ്കിൽ ത്രെഡ് നെയിം ഈസ് ഈക്വൽ ടു T1 ഡോട്ട് നെയിം അല്ലേ സെറ്റ് ചെയ്തത്, ഇപ്പൊ നെയിം ഗെറ്റ് ചെയ്യാൻ വേണ്ടി ഗെറ്റ് നെയിം ചെയ്താൽ മതി. ഓക്കെ, ശരി. ഇനി ഞാൻ T1, ഇപ്പൊ ഞാനൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്തു. ആ ത്രെഡിനെ ഞാൻ ആ ത്രെഡിന്റെ പേരെന്താണെന്ന് പറഞ്ഞ് ഞാൻ ഡിസ്പ്ലേ ചെയ്തു. എന്റെ ചോദ്യം ഇതാണ്, ഈ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിനകത്ത് എത്ര ത്രെഡ് ഉണ്ട്? ഞാൻ നോക്കിയിട്ട് ഒരു ത്രെഡേ കാണുന്നുള്ളൂ. ദാറ്റ് ഈസ് T1 എന്ന് പറഞ്ഞൊരു ത്രെഡ് മാത്രമേ കാണുന്നുള്ളൂ.
പക്ഷേ ഇതിൻ്റെ അകത്ത് 2 ത്രെഡ് ഉണ്ട്. നമ്മൾ ഇനിഷ്യലി ഒരു പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ടൊരു ഒരു ത്രെഡ് കാണും. ആ ത്രെഡിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആ ത്രെഡിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ത്രെഡ് ഡോട്ട് println ത്രെഡ് മെയിൻ is equal to ത്രെഡ് ഡോട്ട് കറണ്ട് ത്രെഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഒരു ത്രെഡ് കിട്ടി. ആ ത്രെഡിന്റെ പേരെന്താണ്? ഗെറ്റ് നെയിം. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുന്ന എന്താണ്? നമ്മുടെ ഇപ്പോഴുള്ള കറണ്ട് ത്രെഡ്. അപ്പൊ ഞാൻ ഇത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം അങ്ങ് എടുത്ത് കളയാം. ഇപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ത്രെഡാണ്. ആ ത്രെഡ് എന്താണ്? ത്രെഡ് ഡോട്ട് കറണ്ട് ത്രെഡ് എന്താണ്? അതിന്റെ പേരെന്താണെന്നും കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, ഞാനാണെങ്കിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. നോക്കിയേ, ആ ത്രെഡിന്റെ പേരെന്ന് പറയുന്ന മെയിൻ എന്നാണ്. അപ്പോൾ എനിക്ക് ഈ ത്രെഡിന്റെ പേരൊന്ന് മാറ്റണം. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇതിനെ, ഈ ഒരു കറണ്ട് ത്രെഡിനെ ഞാൻ ഏതിലേക്ക് മാറ്റുന്നു? ടി എന്ന് പറയുന്ന ഒരു ത്രെഡിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇനി ഈ ത്രെഡിന്റെ പേര് ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? സെറ്റ് നെയിം ചെയ്ത് നമുക്ക് എന്ത് പറയാം? മെയിൻ ത്രെഡ് എന്ന് പറഞ്ഞ് എഴുതാം. മെയിൻ ത്രെഡ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതുകയാണ്. ഓക്കെ, ഇവിടെ ഇപ്പൊ എന്താണ്? ചെറിയ എം ആയിരുന്നു. മെയിൻ എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അതിനെ ഞാൻ എന്താക്കി മാറ്റി? മെയിൻ ത്രെഡ് ആക്കി മാറ്റി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഉള്ള ത്രെഡ് നേരത്തെ എഴുതിയ പോലെ തന്നെ, അല്ലെങ്കിൽ ടി ഡോട്ട് ഗെറ്റ് നെയിം എന്ന് എഴുതി കഴിഞ്ഞാലും മതി. അപ്പോൾ ടി എന്ന് പറയുന്നത് എന്താണ്? ടി എന്ന് പറയുന്നത് ത്രെഡ് ഡോട്ട് കറണ്ട് ത്രെഡ് ഡോട്ട് ഗെറ്റ് നെയിം. അപ്പൊ എന്തായി മാറി എന്ന് പറഞ്ഞ് നോക്കാം. ഇപ്പൊ എന്തായി മാറി? ആ ത്രെഡ് എന്ന് പറയുന്നത്, ത്രെഡ് നെയിം എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടി? മെയിൻ ആയിട്ട് നമുക്ക് കിട്ടി. മെയിൻ ത്രെഡ് ആയിട്ട് എനിക്ക് കിട്ടി. ഇനി എനിക്ക് ഈ ത്രെഡിന്റെ പ്രയോറിറ്റി കണ്ടുപിടിക്കണം. ത്രെഡിന്റെ പ്രയോറിറ്റി എത്രയാണെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. ത്രെഡിന്റെ പ്രയോറിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഗെറ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിച്ചാൽ മതി. ഗെറ്റ് പ്രയോറിറ്റി വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ആ ത്രെഡിന്റെ പ്രയോറിറ്റി എന്താണെന്നും കിട്ടും. അപ്പൊ അതിന്റെ പ്രയോറിറ്റി എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെയിൻ ത്രെഡ് എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് മെയിൻ ത്രെഡ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ത്രെഡ് മെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ത്രെഡ് മെയിൻ. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എടുക്കുകയാണ്. ആ പ്രോഗ്രാമിനകത്ത് ഞാൻ 2 ത്രെഡ് വിളിക്കുന്നു. 2 ത്രെഡ് വിളിച്ചിട്ട് നിങ്ങളടുത്ത് ചോദിക്കുകയാണ് ടോട്ടൽ നമ്പർ ഓഫ് ത്രെഡ് എത്രയുണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ആ 2+1 ആയിരിക്കും. 2+1 എന്ന് പറയുന്നത്, 2 എന്ന് പറയുന്നത് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്ത ത്രെഡും 1 എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ത്രെഡ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 3 ത്രെഡ് ആയിരിക്കും നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഉണ്ടാവുക. ശരി, നമുക്ക് മെയിൻ ത്രെഡിനെ നമ്മൾ പറ്റി പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് പ്രയോറിറ്റിയെ പറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ത്രെഡ് എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു ത്രെഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. എക്സ്റ്റെൻസ് ത്രെഡ്. എന്നിട്ട് ആ ത്രെഡിനകത്ത് ഞാൻ എന്ത് ചെയ്യാണ്? ഞാനാണെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതുകയാണ്. പബ്ലിക് വോയിഡ് റൺ then ഞാൻ എന്ത് ചെയ്യുന്നു? for int I is equal to 0, I less than 5, അല്ലെങ്കിൽ 1 equal I less than or equal to 5, I plus plus. ഞാൻ എന്ത് ചെയ്യാണ്? system dot out dot println. ഞാൻ ആദ്യം ത്രെഡിന്റെ പേര് പ്രിന്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഗെറ്റ് നെയിം ചെയ്തപ്പോൾ ത്രെഡിന്റെ പേര് പ്രിന്റ് ആയി. ദെൻ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസ്, ആ ത്രെഡ് പ്രിൻസ് എന്തിന്റെ വാല്യൂ? I വാല്യൂ പ്രിന്റ് ചെയ്യാണ്.
ഓക്കെ, അപ്പോൾ ഇപ്പൊ T1 മെയിൻ ത്രെഡ് ആണെങ്കിൽ മെയിൻ ത്രെഡ് പ്രിൻസ് 1 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ആ ത്രെഡിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് സ്ലീപ്പ് ചെയ്യാൻ പറയും. സ്ലീപ്പ് 500. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്ത് ഇന്ററപ്റ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്? ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഞാനാണെങ്കിൽ അതും ഒന്ന് പ്രിന്റ് ചെയ്യും. സ്ലീപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എന്ത് എക്സെപ്ഷൻ അടിക്കും? ഇന്ററപ്റ്റഡ് എക്സെപ്ഷൻ അടിക്കും. അത് കാരണം ഞാൻ എന്ത് ചെയ്യുന്നു, അതും കൂടെ ഒന്ന് പ്രിന്റ് ചെയ്യുന്നു. ഗെറ്റ് മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ത്രെഡ് എക്സാമ്പിൾ എന്ന് പറയുന്ന ത്രെഡ് എന്താ ചെയ്യുന്നത്? അത് 1 to 5 വരെ പ്രിന്റ് ചെയ്യും. ദെൻ ഓരോന്നും പ്രിന്റ് ചെയ്തതിനു ശേഷം കുറച്ച് സ്ലീപ്പിംഗ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു ത്രെഡ് എടുക്കും. അതിന്റെ ത്രെഡ് എക്സാമ്പിളിന്റെ ഒരു ത്രെഡ് എടുത്തു. ത്രെഡ് എക്സാമ്പിൾ T1 is equal to new thread example. Then ഞാൻ എന്ത് ചെയ്യുന്നു, അങ്ങനെ രണ്ട് ത്രെഡ് ഞാൻ എടുക്കും. ഓക്കെ, രണ്ട് ത്രെഡ് എടുത്തു, T1 T2. ഇനി T1ന്റെ പേരെന്ന് പറയുന്നത് നമുക്ക് സെറ്റ് നെയിം ചെയ്യാം. സെറ്റ് നെയിം ചെയ്ത് അതിനെ ഞാൻ എന്താക്കി മാറ്റുന്നു, ത്രെഡ് 1 ആക്കി മാറ്റുന്നു. ത്രെഡ് 1 എന്ന് ഞാൻ എഴുതുന്നു. T2ന്റെ എന്ന് പറഞ്ഞ ഞാൻ സെറ്റ് ത്രെഡ് 2 ആയിട്ടും സെറ്റ് ചെയ്യുന്നു. Then T1 dot start ചെയ്യുന്നു and T2 dot start ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? T1 1 to 5 വരെ പ്രിന്റ് ചെയ്യും, T2 1 to 5 വരെ പ്രിന്റ് ചെയ്യും. ആൻഡ് they will എന്തായിരിക്കും, ഒരു ഇന്റർലീവ്ഡ് ഓപ്പറേഷൻ ആയിരിക്കും നടത്തുന്നത്. ദാറ്റ് ഈസ് വൺ ആഫ്റ്റർ ദി അതർ ആയിരിക്കും സൈമിൾട്ടേനിയസ് ആയിട്ട് അവർ പ്രിന്റ് ചെയ്യും. നമുക്കൊന്ന് നോക്കി നോക്കാം അത് എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത്. ആദ്യം ത്രെഡ് 2 പ്രിന്റ് ചെയ്യുന്നു, അതിനുശേഷം സ്ലീപ്പ് ചെയ്യുന്നു, അതിനുശേഷം ത്രെഡ് 1 പ്രിന്റ് ചെയ്യുന്നു, ദെൻ അത് സ്ലീപ്പ് ചെയ്യാൻ പോകുന്നു, ദെൻ T2 പ്രിന്റ് ചെയ്യുന്നു, 2 പ്രിന്റ് ചെയ്യുന്നു, അതിനുശേഷം അത് സ്ലീപ്പ് ചെയ്യുന്നു, അങ്ങനെ ഓരോന്നും പ്രിന്റ് ചെയ്യുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T2 എന്ന് പറയുന്നതിനെ ഞാൻ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ചെയ്തു. സസ്പെൻഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ T1നെ ഞാൻ സസ്പെൻഡ് ചെയ്യും. T1 ഡോട്ട് സസ്പെൻഡ് എന്ന് ഞാൻ എഴുതി. T1 സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നു, ദെൻ T1നെ സസ്പെൻഡ് ചെയ്യും. സസ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അതിനെ ഇതെന്താ ചെയ്യുന്നത്, ഈ ഒരു ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, ദിസ് ഫംഗ്ഷൻ വിൽ സ്റ്റോപ്പ് ദി എക്സിക്യൂഷൻ ഓഫ് T1. ഓക്കെ, സസ്പെൻഡ് ചെയ്യുമ്പോൾ അത് സ്റ്റോപ്പ് ദി എക്സിക്യൂഷൻ ഓഫ് ചെയ്യും. അപ്പോൾ നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾ കണ്ടോ, ഇവിടെ T2 1 പ്രിന്റ് ചെയ്തു, T2 2 പ്രിന്റ് ചെയ്തു, T2 5 വരെ പ്രിന്റ് ചെയ്തു. T1 ചെയ്യുന്നുണ്ടോ? ഇല്ല. T1ന്റെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അത് കാരണം അത് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് സസ്പെൻഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നോക്കി, സസ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോഴും ഈ ഒരു പ്രോഗ്രാം എക്സിറ്റ് ചെയ്തിട്ടില്ല. കാരണം അതിന്റെ സസ്പെൻഷൻ എങ്ങനെയെങ്കിലും ബാക്കി ആരെങ്കിലും റെസ്യൂം ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതായത് വേറെ ആരെങ്കിലും ഈ T1 എന്ന് പറയുന്ന ത്രെഡിന്റെ സസ്പെൻഷൻ മാറ്റി അതിന്റെ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്താൽ മാത്രമേ ഇത് സ്റ്റോപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ സസ്പെൻഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അത് എലൈവ് സ്റ്റേറ്റിനകത്ത് തന്നെയായിരിക്കും ഇരിക്കുക. അത് ഏത് സ്റ്റേറ്റിലേക്ക് മാറത്തില്ല? ഡെഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് മാറത്തില്ല. എപ്പോഴാണോ ഡെഡിലേക്ക് പോകുന്നത് അപ്പം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു പ്രോഗ്രാം എക്സിറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സസ്പെൻഡ് എന്ന് പറയുന്നത് അതാണ്. ഇനി എനിക്ക് ഡെഡിലേക്ക് പോകണം, അതായത് T1 എന്ന് പറയുന്നത് ഡെഡിലേക്ക് പോകണം, അത് സസ്പെൻഡും ചെയ്യണം എങ്കിൽ ഞാൻ വിളിക്കേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോപ്പ് ആണ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? എക്സിക്യൂഷനും സ്റ്റോപ്പ് ആവും. അതെന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലേക്ക് മാറും? അതെന്ന് പറയുന്നത്
ഡെഡ് സ്റ്റേറ്റിലേക്ക് മാറും. സസ്പെൻഡ് വിളിച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും ചെയ്യുന്നത്? ഒരു ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്കായിരിക്കും മാറുന്നത്. ബ്ലോക്ക്ഡ് സ്റ്റേറ്റിലേക്ക് മാറിക്കഴിഞ്ഞാലും അത് എന്ത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഒരു നോൺ റണ്ണബിൾ സ്റ്റേറ്റിലേക്കായിരിക്കും മാറുന്നത്. അല്ലാതെ അത് ഏത് സ്റ്റേറ്റിലേക്ക് മാറുന്നില്ല? ഡെഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് മാറുന്നില്ല. അപ്പോൾ സ്റ്റോപ്പ് വിളിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും, ആ ത്രെഡ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. അത് എന്തിലേക്ക് മാറുകയും ചെയ്യും? അതെന്ന് പറയുന്നത് ഡെഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോവുകയും ചെയ്യും. നമുക്കൊന്ന് നോക്കാം. ആദ്യം T2 പ്രിന്റ് ചെയ്യുന്നു, T5 വരെ. ഇതാ നോക്കിയേ, അത് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്ത് അത് നമ്മൾ വെളിയിൽ ഇറങ്ങുകയും ചെയ്തു. ഓക്കെ, അപ്പൊ സസ്പെൻഡ് പഠിച്ചു, സ്റ്റോപ്പ് പഠിച്ചു. നൗ സസ്പെൻഡ് ചെയ്തതിനെ എനിക്ക് സസ്പെൻഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ചെയ്തു. സസ്പെൻഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്? അത് ബാക്കി റെസ്യൂം ചെയ്യണം. എങ്കിൽ എന്ത് വിളിക്കുക? റെസ്യൂം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കുക. ദിസ് ഫംഗ്ഷൻ resumes the execution of suspended thread. അപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? റെസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് റെസ്യൂം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷന്റെ. ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ T1 ആദ്യം പ്രിന്റ് ചെയ്യുന്നു, ഇതാ നോക്കിയേ T2 പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ സസ്പെൻഡ് ചെയ്തെങ്കിലും എന്ത് ചെയ്യാണ്? T1 അവിടെ പ്രിന്റ് ചെയ്ത് തുടങ്ങി. അതിന് കാരണം എന്താണ്? റെസ്യൂം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ ചെയ്യുന്നത് കാരണമാണ്. ഓക്കെ, റെസ്യൂം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ചെയ്യുന്നത് കാരണമാണ് അവിടെ ബാക്കി പ്രിന്റ് ചെയ്ത് വന്നത്. അപ്പോൾ നോക്കിയേ, സസ്പെൻഡ് ചെയ്തതിന് ശേഷം T1 വല്ലതും വന്നായിരുന്നു? ഇല്ല. അപ്പോൾ T1 ഡോട്ട് റെസ്യൂം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിച്ചാൽ മാത്രമേ സസ്പെൻഡഡ് ഓപ്പറേഷൻ ആയിട്ടിരിക്കുന്ന ത്രെഡ് എക്സിക്യൂഷൻ റെസ്യൂം ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് എന്താണ് സെറ്റ് നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ പറ്റി പഠിച്ചു. ഗെറ്റ് നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ പറ്റി പഠിച്ചു. സെറ്റ് നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ത്രെഡിന്റെ പേര് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷൻ ആണ് സെറ്റ് നെയിം. ആൻഡ് ഗെറ്റ് നെയിം എന്ന് പറയുന്നത് എന്താണ്? ത്രെഡിന്റെ പേര് എന്താണെന്ന് പറഞ്ഞ് റിട്ടേൺ ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ്. ആൻഡ് സസ്പെൻഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ പറ്റി പഠിച്ചു. സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ പറ്റി പഠിച്ചു. റെസ്യൂം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ പറ്റി പഠിച്ചു. ഇനി നമുക്ക് എന്തിനെ പറ്റി പഠിക്കാം? നമുക്ക് സെറ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ പറ്റി പഠിക്കാം. സെറ്റ് പ്രയോറിറ്റി, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? 3 ത്രെഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, 3 ത്രെഡ് T1, T2, T3. സെറ്റ് പ്രയോറിറ്റി ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ത്രെഡ് ഡോട്ട് മാക്സ് അണ്ടർസ്കോർ പ്രയോറിറ്റി എന്ന് പറഞ്ഞൊരു, മാക്സ് അണ്ടർസ്കോർ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരു വേരിയബിൾ നെയിം ആണ്. അത് ഞാൻ പറഞ്ഞു കൊടുത്തു. മാക്സ് പ്രയോറിറ്റി എന്ന് പറയുന്ന വേരിയബിൾ നെയിം ആണ്. അതേപോലെ ഞാൻ 3 എണ്ണം ഞാൻ പറയാണ്. T2 എന്ന് പറയുന്നത് T3. T2വിനകത്ത് ഞാൻ നോർമൽ പ്രയോറിറ്റി, NORM പ്രയോറിറ്റി. ഇതിന് T3ക്ക് ഞാൻ മിനിമം പ്രയോറിറ്റി എന്നും പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ മാക്സിമം പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് പ്രയോറിറ്റി എന്തായിരിക്കും? 10 ആയിരിക്കും. നോർമൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആയിരിക്കും. ദെൻ മിനിമം പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 വേരിയബിൾ, മാക്സിമം പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആയിരിക്കും, മിനിമം പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, നോർമൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആയിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? വി ഹാവ് 3 ത്രെഡ്സ്. ത്രെഡ്സ് ഹാവിംഗ് ഹയർ പ്രയോറിറ്റി വിൽ എക്സിക്യൂട്ട് ഫസ്റ്റ്. അതാണ് പ്രയോറിറ്റിയുടെ ഇമ്പോർട്ടൻസ്. ആർക്കാണോ പ്രയോറിറ്റി കൂടുതൽ, ആ പ്രയോറിറ്റി ഉള്ള ടാസ്ക് ആയിരിക്കും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ പ്രയോറിറ്റി എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം എന്ന് പറഞ്ഞു കൂടെ നോക്കാം. അപ്പൊ ത്രെഡ് 1ന്റെ പ്രയോറിറ്റി എത്രയാണ്? ത്രെഡ് 1 പ്രയോറിറ്റി is equal to T1 dot get priority. നമ്മൾ ഇപ്പോ പ്രയോറിറ്റി മാക്സ് പ്രയോറിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ത്രെഡ് 2ന്റെ പ്രയോറിറ്റി എത്രയാണ്? ആൻഡ് ത്രെഡ് 3ന്റെ പ്രയോറിറ്റി എത്രയാണ്? ഓക്കെ, ശരി, ഇത് ഒന്ന് റൺ ചെയ്ത് നോക്കാം.
ഗെറ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. സോ ഫംഗ്ഷൻ സിമ്പിൾ ഞാൻ ഇട്ടിട്ടില്ല. ഓക്കെ, അത് ക്ലിയർ ആയി. ഇനി അടുത്ത എറർ എന്താണെന്ന് നോക്കാം. പ്രയോറിറ്റിയുടെ സ്പെല്ലിംഗ് ഇവിടെ തെറ്റാണ്. PRI ഉണ്ട്, PRI ഉണ്ട്. അത് ഇവിടെ മൂന്നിടത്തും ഞാൻ പ്രയോറിറ്റി ഞാൻ ശരിയാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ക്ലീൻ ആയിരിക്കുകയാണ്, ഇഷ്യൂസ് ഒന്നുമില്ല. ഞാൻ ഒന്നും കൂടെ റൺ ചെയ്യുന്നു, കുഴപ്പമില്ല. ദെൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ ജാവ ടെസ്റ്റ് ഡോട്ട്. അപ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് പ്രയോറിറ്റി 10 ആണ്, നോർമൽ പ്രയോറിറ്റി 5 ആണ്, ആൻഡ് തേർഡ് പ്രയോറിറ്റി 1 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പ്രയോറിറ്റി ഞാൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രയോറിറ്റി ഇങ്ങനെയല്ലാതെ എനിക്ക് ഒരു ഒരെണ്ണത്തിന്റെ T3യുടെ പ്രയോറിറ്റി എനിക്ക് 5 അല്ല, എനിക്ക് 4 വേണമെങ്കിൽ 4 എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നോർമലി നമ്മൾ 3 വേരിയബിൾ ഉണ്ടെന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് മാക്സ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ 10, മിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് 1. അപ്പോൾ 1നും 10നും ഉള്ള ഏത് വാല്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഇനി ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത് നോർമൽ പ്രയോറിറ്റി ആയിരിക്കും, ദാറ്റ് ഈസ് 5 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രയോറിറ്റി എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് സിങ്ക്രണൈസേഷൻ ആണ്. അത് നമുക്ക് എന്താണെന്ന്